ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയാൻ ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. കുറച്ച് നേരത്തെ വരെ നല്ല വെയിലാണ്, ഇപ്പൊ നല്ല മഴക്കാറുണ്ട്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ ആദ്യം വെയിൽ വരും, ഒന്നും പറയാൻ കഴിയില്ല. ഇനിയല്ലേ നല്ല മഴയാണ്, ഒന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. പിന്നെന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഇല്ല. പക്ഷേ പിന്നെ കോട്ടയം ഭാഗത്താലും ഭയങ്കര പ്രശ്നങ്ങളാണ്. ഉരുളുപൊട്ടിയിട്ടും ഒക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി, അങ്ങനെ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും മുമ്പത്തെ പോലത്തെ ഒന്നും പ്രളയം ഇല്ലാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. അപ്പൊ ഇന്ന് ഞാൻ കാലത്ത് തന്നെ ജിമ്മിനെല്ലാം പോയിട്ട് വന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഉമ്മാനും കുട്ടി ഒന്ന് പിന്നെ ഡോക്ടറെ അടുത്ത് പോകാനുണ്ട്. അപ്പൊ ജിം കേരള പോകേണ്ടത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ ചാലൊക്കെ ഒന്നിന് അങ്ങെത്തണം. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന് തന്നെ. നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിന് മുകളിലുണ്ട്. പിന്നെ ട്രാഫിക്കെല്ലാം ഉണ്ടെങ്കിൽ അതിനേക്കാളും കൂടുതൽ ടൈം എടുക്കും. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചത് നമ്മൾ റെഗുലർ ടൈമിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ കുറച്ച് നേരത്തെ പോയി 11 മണിയാകുമ്പോഴേക്ക് ഞാൻ തിരിച്ചു വന്ന് അങ്ങനെ പിന്നെ എന്താ പറയുക ഇപ്പോൾ പോകാൻ ഇറങ്ങിയിട്ടേ ഉള്ളത്. മാച്ചുവിന് ഇനി ഒരു ക്ലാസ്സും കൂടി ഉണ്ട്. പിന്നെ ഇനി അതും കൂടി നിന്നതിന് ഒരുപാട് ലേറ്റ്. ഇപ്പം തന്നെ സമയം 11:30 ആയി. 11:45 ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ 12:45 വരെ ഏകദേശം ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇനി ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അതിൻ്റെ ഇടയിൽ സംസാരിക്കാൻ കഴിയില്ല, കാരണം മാച്ചു വീഡിയോ ഓണാക്കി അലിന്നേന്ന്. അപ്പോൾ അവന് വെറുതെ ഡിസ്റ്റർബ് ആവുകയും വേണ്ട. നമ്മൾ ഡോക്ടറെ കാണിക്കലെല്ലാം കഴിഞ്ഞ് അപ്പം എപ്പോൾ മണി കാണിക്കുന്ന ഒരു ഡോക്ടറുണ്ട്. അപ്പം ആ ഡോക്ടർ ഇപ്പോൾ റിസൈൻ ചെയ്ത് പോയോണ്ട് പുതിയ ഡോക്ടറാണ്. അങ്ങനെ ഡോക്ടറെല്ലാം കണ്ട് ഇനിയിപ്പോൾ എന്താ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ മാച്ചു പറയുന്നുണ്ട് ഏതായാലും വിശക്കുന്നു, അപ്പോൾ ഫുഡ് കഴിക്കണമെന്ന്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ കൊണ്ടാ മാച്ചോ നമുക്ക് ഷവർമ കഴിക്കാം. പുതിയൊരു ഷോപ്പ് വന്നിട്ടുണ്ട് പിന്നെ ബേറൂട്ട് നാട്ട് കക്കാട് റോഡിന്. അപ്പൊ അവിടെ ഒരുപാട് തരം ഷവർമയുണ്ട്, പിന്നെ അതുപോലെ തന്നെ അറബിക് ഫുഡെല്ലാം ഉണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും അവിടെ പോയി നോക്കട്ടെ എന്തെല്ലാം ഉള്ളതെന്നുള്ളത്. കാരണം ഞാൻ ആഡ് കണ്ടതാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പൊ അവിടെ പോയിട്ട് തന്നെ നമുക്ക് നോക്കാം. സ്റ്റോറീസ് എന്താ വരുന്നു രാത്രിയുള്ളും പരിപാടി. ഇവിടെ ഇപ്പോന്ന് പറഞ്ഞാല് പിന്നെ എന്താ പറയാ ചൈനീസ് ഫുഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മളെ ഷവർമ ഐറ്റംസ് എല്ലാം 3 മണിക്ക് ശേഷം റെഡിയാക്കുമെന്നാ പറയാം. അൽഫാം ഉണ്ട്. അപ്പം ഞാൻ ഏതായാലും മാച്ചിനോട് ചോദിച്ചു നോക്കട്ടെ ഞാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ ഷവർമ വേണമെന്നാ പറഞ്ഞിട്ടുള്ളത്. മാച്ചു 3 മണിക്ക് ശേഷം ഷവർമയൊക്കെ റെഡിയാവുള്ളൂ. അൽഫാം ഉണ്ട്, ചൈനീസ് ഐറ്റംസ് ഉണ്ട്. എന്തോടാ താല്പര്യം ഉണ്ടോ? ഓക്കെ, ഏതായാലും അവന് വലിയ താല്പര്യമില്ല. ബിരിയാണി കഴിക്കാന്നാ പറയുന്നത്. കാരണം ബിരിയാണി എന്താ പറയാ ഷവർമ കഴിക്കണം ജസ്റ്റ് കുറെ തരം ഷവർമ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അത് ഏതായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട്. അപ്പൊ എന്താ പറയാ ഇപ്പൊ ഇല്ലാത്ത സ്ഥിതിക്ക് ഏതായാലും വേറെ എന്തെങ്കിലും ഫുഡ് കഴിക്കാന്നാ പറയുന്നത്. കാരണം അവിടെ ചൈനീസ് ഐറ്റംസ് ഒരുപാടുണ്ട്. എന്താ പറയാ നമ്മളെ ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉമ്മാക്കാവൊന്നും പറ്റൂല. അപ്പൊ പിന്നെ ഏതായാലും നമുക്ക് എവിടെയെങ്കിലും കയറി ബിരിയാണി കഴിക്കാം അല്ലേ? എംവിക്കയിലൊന്നും നോക്കട്ടെ. എംവിക്കയിൽ പോവാം. പോലീസിൽ പോണ്ട. പോലീസ് എന്ന് പറഞ്ഞാൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജയിലിന്റെ പിന്നെ ബിരിയാണി ഇല്ലേ, അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇടക്ക് വന്നതിനാ വാങ്ങിക്കലുണ്ട്, നല്ല ടേസ്റ്റാണ്. ആകെ ഒരു പീസും കുറച്ച് ചോറ്, അതായത് ഏകദേശം എത്ര 60-70 രൂപയെന്ന് തോന്നുന്നു. ഇപ്പൊ പൈസ കൂടിയിട്ടുണ്ട്, 70 രൂപ. പക്ഷെ നല്ല ടേസ്റ്റ് ഉള്ള ചോറാണ് അല്ലേ മച്ചോ? അപ്പൊ അത് കഴിക്കാന്നാ പറയുന്നത്. പക്ഷെ എനിക്ക് കുറച്ച് പണിയും കൂടി ഉണ്ട് ടൗണിൽ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ എന്താ പറയാ ജയിലിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. അതുവരെ പിന്നെ എന്താ പറയാ വിശപ്പ് സഹിക്കാൻ കഴിയില്ല. ഇപ്പൊ സമയം 2:30 മണിയായി. ഇനി അവിടെ എത്തുമ്പോഴേക്കും ഒരുപാട് ലേറ്റ് ആവും. എംബിക്കന്റെ മുമ്പിലും ബാക്കിലും എവിടെയും പാർക്കിംഗ് ഇല്ല. ഒരു ഡ്രൈവറായാല കഷ്ടപ്പാട്. സമയം ഇപ്പൊ 2:30 മണിയായി. വിശപ്പ് പൊരിഞ്ഞൊരു വകയായി. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, വേഗം ചിക്കൻ ബിരിയാണി അങ്ങ് ഓർഡർ ചെയ്ത്. കാരണം നമ്മള് എന്താ പറയാ ഷവർമയിൽ കഴിക്കണം വിചാരിച്ചപ്പോഴേക്ക് ഉമ്മ ഇടുന്ന കളിയാക്കുന്നറിയോ, വിശപ്പ് എന്നെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ ഡയലോഗുകൾ സിംഗിൾ ബിരിയാണി ആയത്. ഞാൻ ബിരിയാണി കഴിക്കണം വിചാരിച്ചിട്ടല്ല, ഞാൻ ഷവർമ കഴിക്കണം വിചാരിച്ചിട്ട് വന്നേ. നോക്കുമ്പോൾ ഇപ്പം അതില്ലാത്തതുകൊണ്ട് ബിരിയാണി കഴിക്കണ്ടേ, അപ്പം സിംഗിൾ ബിരിയാണി കഴിച്ചു. കാരണം രാവിലെ പോയി ജിമ്മിനെല്ലാം പോയി തട്ടിയിട്ട് കളിച്ചിട്ട് വന്ന് ഫുൾ ചിക്കനെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തിനാ കൊള്ളല്ലേ, പിടിച്ചടിക്കൂല നാട്ടുകാർ അല്ലേമ്മ. ഓക്കെ, അപ്പോൾ എന്തായാലും വേറെ ദിവസം വന്നിട്ട് വേണം വൈകുന്നേരം ഷവർമയിലൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി. കാരണം ഒരുപാട് നേരം പിന്നെ ഷവർമ ഉണ്ടെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് ഞാൻ വന്നത്. പക്ഷെ നല്ല അവസ്ഥയായി. നമ്മൾ സാധാ ചോറിനല്ലേ ഇപ്പോൾ ഇല ഒരിക്കലും ഇപ്പം ഇത് ബിരിയാണിക്കും കൂടിയായി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുമ്പ് ഇലയിൽ ബിരിയാണി ഒന്നെല്ലാം ഉണ്ടാ? കല്യാണത്തിന് ഇലയിൽ ബിരിയാണി ഒന്നെല്ലാം ഉണ്ട്. ഓ ശരി, നമ്മൾ കഴിക്കല്ല അല്ലേ മാച്ച് മാസ്ക് കഴിക്കാനായിട്ടില്ലേനെയോ? ബിരിയാണി എത്തി.
സ്റ്റാർട്ട് ചെയ്തേ. ആഹാ നല്ല ചൂട്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് നല്ലൊരു ആശ്വാസമുണ്ട്. 3 മണിയായി. പിന്നെ എവിടെ ആശ്വാസം ഇല്ലാണ്ടൊക്കെ വിശന്ന് കരിഞ്ഞു പോയല്ലേ മാച്ചു? മാച്ചുവിന് നല്ലോണം വിശന്ന്. മാച്ചു അവിടെ ക്ലാസ്സിലിരിക്കുന്ന സമയം പിടിച്ചോണ്ടാന്നുകൊണ്ട് മാച്ചു ഒന്നും തിന്നിട്ടില്ല. അപ്പൊ ഇടത്തവയൊക്കെ എല്ലാവർക്കും വിശന്ന് ഒരു വകയായി. പിന്നെ ഒന്നാമത് ഹോസ്പിറ്റലിൽ കുറെ സമയം ഇരുന്ന് പോയിന്ന്. എന്താ അറിയില്ല, ഇന്ന് ഭയങ്കര തിരക്കാവുകൊണ്ട് പിന്നെ അവിടെ ഇരുന്ന് കുറെ സമയം. അങ്ങനെ എല്ലാം കൂടി ആയി. ഇപ്പം വിശപ്പെല്ലാം മാറുമ്പോഴേക്ക് നല്ലൊരു ഉന്മേഷം കിട്ടി. ഇനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സൈക്കിള് വാങ്ങിക്കാൻ പോക്കാണ്. അപ്പൊ സൈക്കിള് പിന്നെ എനിക്ക് ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, താവക്കര ഒരു പിന്നെ എന്താ പറയാ സൈക്കിൾ ഷോപ്പ് ഉണ്ട്, എന്താ മറ്റേ കോസ്മോ സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ട്. ഏതായാലും ഇവിടെ ഒന്ന് പോയി നോക്കാം. ഇല്ലെങ്കിൽ പിന്നെ കീർത്തി പോയിട്ട് നമ്മളെ റെട്രോസ്പെക്ട് തന്നെ എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഏതായാലും ഞാൻ താവക്കര പോയി നോക്കട്ടെ. കോസ്മോസ് സൈക്കിൾസ് അല്ല, കോസ്മോസ് അൽബേക്ക് അതേതാ സംഭവം മാച്ചു? അൽബീക്കിനടിയോ കേട്ടിട്ടുണ്ട് പേര്. ഒരു 1.5 പാർക്കിംഗ് വെള്ളം കൂടി വിസ്മയ പാർക്ക് പോലെ. കോസ്മോസ് സ്പോർട്സ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ കോസ്മോസ് സൈക്കിൾസ് എന്നാ പറഞ്ഞത്. അപ്പം ഇത് പിന്നെ ഇവിടെ ഷോപ്പ് വരുന്നതെന്ന് പറഞ്ഞാല് നമ്മളെ കല്യാൺ ജ്വല്ലേഴ്സ് ഉണ്ട് താവക്കര ബസ് സ്റ്റാൻഡിലൊക്കെ തിരിയുന്ന തന്നെ. അപ്പൊ ആ കല്യാൺ ജ്വല്ലേഴ്സിന് തൊട്ടിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഞങ്ങളേതായാലും ഇങ്ങനെ സ്റ്റെപ്പ് മുകളിലേക്ക് പോവാണ്. പോയിട്ട് കളക്ഷൻസ് എല്ലാം നോക്കട്ടെ എന്താണെന്നൊക്കെ. അവിടെ ഞാൻ ഇപ്പം ലിഫ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിച്ചത് ബിരിയാണി തിന്ന അവിടെ പുറത്ത് തന്നെ ഉണ്ടല്ലോ എന്നാ വാൻ്റെ കുറേ ഇതുണ്ടല്ലേ. അകത്ത് കയറി നോക്കാം. അങ്ങനല്ലേ ഞാൻ വാങ്ങിച്ചല്ലേ, കുഴപ്പമില്ല. ഇനി വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇടവിടെ ഗൈസ്. എപ്പോഴും പോലെ തന്നെ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ സൈക്കിള് മാത്രമല്ല, എല്ലാം എന്താ പറയുക സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പക്ഷെ എൻ്റെ സൈസിന് മാത്രമില്ല ഗൈസ്. അതായത് എനിക്ക് വേണ്ടത് 16 പക്ഷെ ഇവിടെ ഉള്ളത് ലാസ്റ്റ് സൈസ് വരുന്നത് 18 വരെയുണ്ട്. പക്ഷെ ആ 16 ഇല്ലാത്തതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ അത്ര ഒരു എന്താ പറയുക കംഫർട്ടല്ല. അങ്ങനെ ഒരു കംഫർട്ടില്ല. ഞാൻ എടുത്തിട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ പോകാം, കീർത്തിയിലേക്ക് പോയാലും കീർത്തി പോയിട്ട് റെട്രോസ്പെക്ട് തന്നെ വാങ്ങിക്കാൻ വിചാരിക്കുന്നത് അല്ലേ വാങ്ങിച്ചു കൂട്ടാം. എനിക്ക് നല്ലോണം ഇഷ്ടമായിരുന്നു ടൊറാൻഡോൻ്റെ. എനിക്ക് നല്ലോണം ഇഷ്ടമായി ഓഫിൽ നോക്കി. പക്ഷേ സൈസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവിടെ എനിക്ക് പറ്റിയ കുഞ്ഞു സൈക്കിളിൽ മുകളിലുള്ളത് മാറ്റിയതാ പറയുന്നറിയാം. 3 പേരിലുള്ള സൈക്കിൾ എടുത്തോതാ പറയാം. കാരണം നോക്കിയിട്ടൊന്നും ആവുന്നില്ല. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ വലുത് മാത്രമേ ഞാൻ ചോട്ടി. ഗൈസ് അങ്ങനെ നമ്മൾ ലാസ്റ്റ് കീർത്തിയിലെത്തി. കീർത്തിയിൽ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കി വെച്ചത്. പക്ഷേ എനിക്ക് ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് ശരിക്കും അറിയാത്തതുകൊണ്ട് അതവിടെ ഡ്രോപ്പ് ചെയ്ത് വെച്ചതാണ്. പക്ഷെ ഇപ്പം വേറെ എവിടെയും എൻ്റെ സൈസിനില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ നേരെ ഇവിടേക്ക് വന്ന്. ഇവിടെ വന്നപ്പോൾ പിന്നെ ഞാൻ ഓടിച്ചെല്ലാം നോക്കി എനിക്ക് കംഫർട്ടാണ്, ഓക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തത് ഇപ്പോൾ റെട്രോസ്പെക്റ്റിൻ്റെ പിന്നെ ഇത് ബ്ലാക്കാണ്. ഇത് ബാക്കിൽ കിടക്കുന്ന ബ്ലാക്കാണ്. ഇതിൻ്റെ ബ്ലൂ കളർ ഉണ്ട്. അപ്പോൾ അവർ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്ന് ടൈറ്റലും ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ സമാധാനമായി. കുറേ ദിവസമായി ഇതിങ്ങനെ നോക്കി നടക്കുന്നത്. പക്ഷേ എൻ്റെ സൈസിന് ഇല്ലാത്തതുകൊണ്ട് ആകെ ഒരു ടെൻഷൻ. എൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന ഫസ്റ്റ് സൈക്കിളാണ്. മാച്ച് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ എനിക്കൊരു സൈക്കിൾ വേണം എന്നെല്ലാം പറഞ്ഞിട്ട് ഇവിടെ ടൊറാൻഡൊക്കെ നോക്കുന്നുണ്ട്. ഇതാ കാറാ വേണ്ടതെന്ന്. ഇവിടെ ഈ ബാക്കിൽ കണ്ടു ഒരു ടൊറാൻഡോൻ്റെ വൈറ്റ് നല്ല ഭംഗിയുണ്ട്. മാച്ച് പറഞ്ഞത് BMW പോലെ ഉണ്ട് എന്നല്ല പറഞ്ഞത്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ നെക്സ്റ്റ് എന്തായാലും മാച്ചുകൾ ബ്രാൻഡഡ് തന്നെ പിടിക്കാൻ ചാൻസ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ 2 വർഷമായിട്ടുള്ള മാച്ചുടെ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 2 വർഷം കൂടി ഓടിക്കുക എന്നിട്ട് സൈക്കിൾ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സൈക്കിളിനുള്ള ആക്സസറീസ് എല്ലാം വാങ്ങിക്കാൻ വേണ്ടി താഴേക്ക് പോകണം. അപ്പോൾ താഴേക്ക് പോകുന്നതിന് മുമ്പേ മാച്ച് ഇവിടെ പറയേണ്ട എൻ്റെ സൈക്കിളിന് എന്താ പറയുക ലൈറ്റ് വേണം, പിന്നെ എന്താ പറയുക കിണി ബെല്ലെല്ലാം വേണമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിന് വിഷമാവും എന്നാണ് പറയുന്നത്. ഈ പഴയ സൈക്കിളിന് വാങ്ങിച്ചു കൊടുക്കണം ഗൈസ്. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇവിടെ താഴെ നിന്നാണ് നമ്മൾ റെട്രോസ്പെക്റ്റിനെ കുട്ടപ്പനാക്കുന്നത്. അതിൻ്റെ ബോട്ടിലെല്ലാം വെച്ച് കൊടുത്തിട്ട് ബോട്ടിൽ ഹാൻഡിൽ, പിന്നെ അതുപോലെ തന്നെ മഡ് ഗാർഡ്,
പിന്നെ അവർ കുഞ്ഞ് ബെല്ല് വേണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാച്ചു ഞാനും കൂടി അത് സെലക്ട് ചെയ്യാൻ വേണ്ടി പോവാതെ കുഞ്ഞ് ബെല്ല് പിന്നെ ലൈറ്റ് വേണം മാച്ചു. മാച്ചൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മാച്ചു ഓടിയെന്ന് അവിടുന്ന് കുഞ്ഞ് ബെല്ലില്ല ഇവിടെ ഇല്ല. ആ ഓക്കെ ഓക്കെ അതെടുത്തോ. യെസ് ഓക്കെ ഓക്കെ താങ്ക് യു. അങ്ങനെ നമ്മളെ പുതിയ സൈക്കിളിന് സ്വാഗതം. മാച്ചുവിനെ വരെ സൈഡാക്കി. മാച്ചു നോക്കിയ മാറ്റൊക്കെ ഊലൊക്കെ വിടുക. നമ്മള് വിചാരിച്ചത് എന്തായാലും ഇതിൽ കേറൂല, ഓട്ടോ പിടിക്കാന്നെല്ലാം വിചാരിച്ചത്. പക്ഷെ അവര് പറഞ്ഞ കുഴപ്പമില്ല, നിങ്ങള് വെച്ച് നോക്ക്. അല്ല അവര് പറഞ്ഞ വെച്ച് തരാ, കുഴപ്പമൊന്നുമില്ല, ഇരിക്കാൻ പറ്റൂന്നല്ല പറഞ്ഞേ. പിന്നെ ഇവനെ ചെറുതല്ലേ ബാക്കിൽ ഇരിക്കാന്നെല്ലാം പറയും. അപ്പൊ വെച്ച് നോക്കുമ്പോഴൊക്കെ കറക്റ്റ് ആയി അല്ലേ, അടിപൊളി. ഉമ്മാക്ക് മുമ്പിൽ ഇരിക്കാം. ഗായ്സ് അങ്ങനെ നമ്മള് വീട്ടിലെത്തിയിട്ട് ഇതാ നമ്മളെ മാച്ചക്കുട്ട പുറത്തിറങ്ങാണ്ട് ഉള്ളന്ന് ലൈറ്റോട് കളിക്കുന്നതാ, വാങ്ങിച്ച ലൈറ്റോട് കളിക്കുന്നത്. ഇതാ കുഞ്ഞു വാവനെ പോലെ. എന്തുണ്ടാണ് മാച്ചു ബാക്കിൽ ഇരിക്കാൻ സുഖമുണ്ട്, നല്ല കംഫർട്ടാന്നാ പറയാ. മാച്ചു പറയും ഈ ഒരു സീറ്റ് ഇങ്ങനെ വെച്ചാ മതി, നമുക്ക് ഇതാ കാലെല്ലാം നീട്ടിട്ട് ഇങ്ങനെ ഇരിക്കാതാ പറയുന്നത്. എന്താ കഥ, വീണിടം വിഷ്ണു ലോകം അല്ലേ മാച്ചു. പക്ഷെ വേറൊരു കാര്യം ഉണ്ട് കേട്ടാ, ഞാൻ വിചാരിച്ചെന്ന് വെച്ചാല് നമ്മളെ എർട്ടിഗയില് പിന്നെ ഇങ്ങനെ കൊണ്ടുവരാൻ കഴിയില്ലാന്നാണ്. കാരണം ഞാൻ മുമ്പേ സാധനം എടുക്കുമ്പോൾ ഈക്കോ എടുക്കല്, പക്ഷെ ഈക്കോലായാലും നമ്മൾ ഈ സെന്ററിലെ പിന്നെ എന്താ പറയാ സീറ്റ് മറിച്ചിടാൻ കഴിയില്ല. പക്ഷെ എർട്ടിഗയിൽ അങ്ങനെയല്ല, ഫുൾ സീറ്റ് ഇതേപോലെ ഇതാ മറിച്ചിട്ടിട്ട് നമുക്ക് എല്ലാ സാധനം കൊണ്ടുവരാം. ഇപ്പൊ ഇതാ വലിയ സൈക്കിൾ തന്നെ കൊണ്ടുവന്ന്. അപ്പൊ ഏതായാലും സന്തോഷമായി. എന്നെ ഇതിന്റെ പുറത്തിറക്കണ്ടേ. രണ്ടെണ്ണം ഇടുന്ന അടിയാണ്. ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാസ്റ്റ് മാച്ചുനെ ഞാൻ വിട്ടുകൊടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാല് സൈക്കിൾ എനക്കെല്ലാം കിട്ടിയ പിന്നെ എനിക്ക് വെറുതെ ഒരു സങ്കടം ഉണ്ടായി. ഞാൻ പറയാം ഓക്കെ നീ എടുത്തോന്നാണ്. പുറത്തോണ്ട് പോകാൻ പാടില്ലേ, ചളിയൊന്നും ആക്കാൻ പാടില്ല. മാച്ചൊരു ദേഷ്യം പിടിക്കും ഇങ്ങനെല്ലാം പറയുമ്പോ. എന്തുണ്ട്, അടിപൊളിയാ. ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ സൈക്കിളിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ പറയാം. അപ്പോൾ പിന്നെ എന്താ പറയുക, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.